കരിപ്പൂർ വിമാനത്താവളത്തിന് സമീപം വീണ്ടും സ്വർണം പൊട്ടിക്കൽ സംഘം സജീവമാകുന്നുവെന്ന് രഹസ്യ സൂചന. സംശയമുള്ള 13 പേർ ഇപ്പോൾ പോലീസ് പിടിയിലായിട്ടുണ്ട്. 2 കാറുകളും 2 ഇരുചക്ര വാഹനങ്ങളും പോലീസ് പിടികൂടി. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി ചേരുന്നു കരിപ്പൂരിൽ നിന്ന്. നിഖിൽ, ഗുഡ് മോർണിംഗ്. ഈ സ്വർണം പൊട്ടിക്കലുകാരെ കൊണ്ട് നമ്മൾ മടുത്തു നിഖിൽ. വെരി ഗുഡ് മോർണിംഗ്. വളരെ വിവരമാണ് ഇപ്പോൾ ഈ സ്വർണം പൊട്ടിക്കൽ സംഘവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. കരിപ്പൂരിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം ഇവരുടെ സാന്നിധ്യം തുടർക്കഥയാകുന്നു എന്നുള്ള വലിയ സംശയം രൂപപ്പെടുകയാണ്. 13 പേരാണ് ഇന്നലെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട പിടിയിലായിട്ടുള്ളത്. അതായത് മലപ്പുറം സ്വദേശിയായിട്ടുള്ള ഒരു യാത്രക്കാരനെ ഇദ്ദേഹം വന്നെത്തിയത് സ്വർണവുമായിട്ടാണ് എന്ന് മനസ്സിലാക്കിയതിന്റെ പശ്ചാത്തലത്തിൽ 13 പേരടങ്ങുന്ന സംഘം 2 കാറുകളിലും 2 ഇരുചക്ര വാഹനത്തിലും എത്തിയിട്ടുള്ള 13 പേരടങ്ങുന്ന സംഘം ഈ കരിപ്പൂർ വിമാനത്താവളത്തിന് പുറത്ത് സംശയാസ്പദമായ തരത്തിൽ തമ്പടിക്കുകയും പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട വിവരം ലഭിക്കുകയും പോലീസ് ഇവരെ പിടികൂടുകയുമായിരുന്നു. ഇവരിൽ നിന്ന് എന്തിന് നിങ്ങൾ കരിപ്പൂരിൽ എത്തി എന്നത് സംബന്ധിച്ച് വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. പോലീസ് കരുതുന്നത് പഴയ സ്വർണം പൊട്ടിക്കൽ സംഘത്തിലുള്ള ആളുകളായിരിക്കാം ഇത് എന്നുള്ളൊരു സംശയമാണ് ഇപ്പോൾ പോലീസ് പങ്കുവയ്ക്കുന്നത്. ഇവർ 2 സംഘങ്ങളിലുള്ള ആളുകളാണ്. അതായത് ഈ എത്തിച്ചേർന്ന യാത്രക്കാരിൽ നിന്ന് മുഹമ്മദ് സൽമാൻ സാലിഹ് എന്ന ആളെയാണ് ഇപ്പോൾ കാണാതായിട്ടുള്ളത്. ഈ വിദേശത്ത് നിന്ന് വരുന്ന ആളിൽ നിന്ന് അദ്ദേഹം കൊണ്ടുവരുന്ന സ്വർണം തട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള 2 സംഘങ്ങൾ എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത്. എന്തായാലും പോലീസിന്റെ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് വളരെ സജീവമായി പുരോഗമിക്കുകയാണ്. ഇന്നലെ പാർക്കിംഗ് ഏരിയയിൽ, കരിപ്പൂർ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ പാർക്കിംഗ് ഏരിയയിലാണ് ഇവരെ സംശയാസ്പദമായ രീതിയിൽ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത്. തുടർന്ന് ഇവരെ കസ്റ്റഡിയിലെടുത്ത് എയ്ഡ് പോസ്റ്റിൽ വെച്ച് വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നും വിദേശത്തു നിന്ന് വരുന്ന വിമാനയാത്രക്കാരനെ തട്ടിക്കൊണ്ടുപോയി ഇയാളുടെ കൈവശമുള്ള സ്വർണവും പണവും കവർച്ച ചെയ്യാനുള്ള തയ്യാറെടുപ്പോട് കൂടി എത്തിയതാണ് എന്ന് പോലീസിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇതോടുകൂടിയാണ് ഇതൊരു സ്വർണം പൊട്ടിക്കൽ സംഘമാണ് എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഇവരുമായി ബന്ധപ്പെട്ടപ്പോൾ ലഭ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. മറ്റൊരു സംഘം ഇതേ സമയം പോലീസിനെ കണ്ടിവിടുന്ന രക്ഷപ്പെട്ടിട്ടുമുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണവും പോലീസ് ഇതിനോടകം തന്നെ ഊർജിതമാക്കിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു നിഖിൽ പ്രമേഷ്. കോഴിക്കോട് വിമാനത്താവളത്തിൽ, അത് കരിപ്പൂർ വിമാനത്താവളത്തിൽ സ്വർണം പൊട്ടിക്കൽ സംഘം വീണ്ടും സജീവമാകുന്നു. സംശയം പോലീസ് ചില ആളുകളെയൊക്കെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇത്തരം ആളുകളെ തീർച്ചയായും കസ്റ്റഡി എടുക്കുക മാത്രമല്ല അന്വേഷണം നടത്തിയതിൻ്റെ നാരായ പേര് പിഴുതെടുക്കാൻ പോലീസിന് കഴിയട്ടെന്നാണ് നമ്മുടെ ആശംസ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.